ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മൂന്നാമത്തെ നോമ്പിൻ്റെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാബുനരിയാണ് കേട്ടോ. അപ്പം ആദ്യമേ കറണ്ട് പോകുമെന്ന് വിചാരിച്ച് പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും നോമ്പിന് ഇതല്ലാത്ത പണിയൊന്നുമില്ല വെക്കുന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ എല്ലാ പണികളും തീർത്ത് അതിൻ്റെ ഇടയിലൊക്കെ ഒരു ക്യാമറ പിടിക്കുന്ന കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, അങ്ങനെ 3 വിധം പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ തേങ്ങാപ്പാലാണ് കേട്ടോ. ഒന്നാം പാല് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തേങ്ങ ചെറുക്ക് ചെയ്താണ്ട് എടുക്കുന്ന പാലാണ് ഒന്നാം പാല്. ആ ചണ്ടിയിൽ നിന്ന് വീണ്ടും എടുക്കുന്ന പാലാണ് രണ്ടാം പാല്. പിന്നെ ആ ചണ്ടിയിൽ നിന്ന് വീണ്ടും എടുക്കുന്ന പാലാണ് മൂന്നാം പാല്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാ നമ്മളെ ഈ സാബുനരി ചൗഹരി അങ്ങനെ പറയും. ഇത് നന്നായി കഴുകി നമ്മളിതാ ചുടുവെള്ളം ഒഴിക്കുന്നുണ്ടേ. ഇങ്ങനെ ചുടുവെള്ളം ഒഴിച്ച് വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അത് പൊങ്ങി വരും, അതൊക്കെ വെന്ത് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഈ ചൗഹരിയൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരും. ഇനി അതിലേക്ക് ഇടാനിതാ നല്ല നേന്ത്രപ്പഴം, പഴുത്ത നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് അതിൻ്റെ നടുവൊന്ന് ചീന്തി ഇതേപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ നമ്മൾ ഇങ്ങനെ കിച്ചണിലേക്കൊക്കെ വരിക. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ പണിയെടുക്കാൻ്റെ ഒപ്പം തന്നെ ട്രൈപ്പോഡിൽ മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കലാട്ടതൊക്കെ, വേറെ ഒന്നും മെനക്കെടുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഒന്നും ക്ലിയറും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വീഡിയോ എടുത്ത് വിടുകയാണ്. ഞാൻ തന്നെ സ്വന്തം എടുക്കുന്ന വീഡിയോ ഉണ്ടതൊക്കെ. പിന്നെ വീട്ടിൽ വെച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഈ പഴം ഇതേപോലെ നടു ചീന്തി ഇതേപോലെ കട്ട് ചെയ്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇനി അതിലേക്ക് ഈ പഴം ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ പാൽവാഴക്ക ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നെയ്യിലൊന്ന് വാട്ടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. ഇനി അപ്പോൾ ആ പഴത്തിൻ്റെ കറൊന്നും സാബുനരിൻ്റെ അതിൽ കാണില്ല. പിന്നെ അതുമല്ല, സാബുനരി പകുതി വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതിട്ടുണ്ട്. അപ്പോൾ പഴം പെട്ടെന്ന് വേവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വാട്ടിയിട്ടാൽ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ പഴം ഇവിടെ നന്നായിട്ട് തന്നെ വാട്ടി വെച്ച് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഏലക്കായ മൊത്തം വേണ്ട കേട്ടോ, 1-2 മതി. പക്ഷെ ഞാൻ കുറച്ച് നമുക്ക് കുറേ ദിവസത്തിന് ഉണ്ടാക്കുമ്പോൾ ഇടാലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നമ്മൾ ചൂടാക്കി പൊടിച്ചെടുത്തു. അപ്പോൾ അതാ നമ്മൾ ചുടുവെള്ളം ഒഴിച്ച് വെച്ച സാബുനരി ഇതാ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മൂന്നാം പാല്, രണ്ടാം പാലൊക്കെ ഒഴിച്ച് പിന്നെയും വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതുപോലെ നമ്മൾ വാട്ടി വെച്ച പഴവും ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊക്കെ തിളച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സാബുനരി ആദ്യമേ ചുടുവെള്ളം ഒഴിച്ച് വെച്ചതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഒന്നാം പാലുണ്ടല്ലോ, ഫസ്റ്റ് പാല്, തേങ്ങയുടെ ഫസ്റ്റ് പാലാണിട്ടത്. അപ്പോൾ ഈ പാല് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഈ പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിക്കരുത്, ഒന്ന് തുള്ളൽ വന്നാൽ മാത്രം മതി കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം ഒന്നും കത്തിക്കണ്ട, കണ്ടല്ലോ. അങ്ങനെ കുറച്ചൊരു തുള്ളൽ വരുമ്പോഴേക്കും അത് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇട്ടൊന്ന് വറുത്ത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാബുനരി ഇവിടെ നല്ല രീതിയിൽ തന്നെ ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഏറെ ഇട്ടാലും എന്താ, 2 ദിവസം കൂട്ടാലോ. പഴം നമ്മൾ നെയ്യിലിട്ട് വാട്ടിയതുകൊണ്ട് കുറച്ച് നെയ്യാണ് കേട്ടോ വറവിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് നന്നായി ചൂടായതിന് ശേഷം ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മുന്തിരിയും ഇട്ട് അതൊന്ന് നന്നായി പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് അറിയിക്കും വേണം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാബുനരി ഇവിടെ പാൽവാഴക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു റെസിപ്പി ഇവിടെ കഴിഞ്ഞിട്ടോ. ഇനി അടുത്തതായിട്ട് കൊക്കവട ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളികളും അതിനുള്ള ചേരുവകളൊക്കെ എൻ്റെ മോൾ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ വലിയ ഉള്ളി 2 അതേപോലെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പ് അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പൊടിയായി ചതക്കിയതും ഇട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദയും ഒരു 3/4 കപ്പ് കടലപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതേപോലെ ഗരം മസാല
കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂണ്, പിന്നെ സോഡാപ്പൊടിയൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയ്ക്കൊക്കെ പൊങ്ങി വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് നോക്കണ്ടേ, അപ്പം സോഡാപ്പൊടി ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് ഈ ഞാൻ പറഞ്ഞ ചേരുവകളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടങ്ങനെ ഓരോന്നായിട്ട് സ്പൂണിൽ കോരി എണ്ണയിലേക്ക് ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ 3ാമത്തെ നോമ്പിന് സ്പെഷ്യലായിട്ട് കൊക്കവടയും പാൽവാഴക്കയും ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആ കൊക്കവടയും പൊരിച്ചെടുത്തു. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ചായ പാൽപ്പൊടിയൊക്കെ ഇട്ട ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചായയിലേക്ക് പാൽപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ മുഴുവനായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ. അപ്പോൾ ചായയും ഇവിടെ റെഡിയായി. അപ്പോൾ ഒരു 6 മണി ആയപ്പോഴേക്കും നമ്മൾ അടുപ്പത്തുള്ള പണികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3:30-ക്കൊക്കെ തുടങ്ങിയത് കേട്ടോ. നസർ സ്കെച്ചിന് ശേഷം 3:30-ക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അടുപ്പത്ത് വന്നാണ്ട് ബാക്കിയുള്ള പണികളൊക്കെ തീർത്തത്. പത്തിരി നമ്മൾ ഓൾറെഡി രാവിലെ തന്നെ പരത്തി വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെ നോമ്പ് തുറ കേട്ടോ ഓരോ ദിവസവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഏതായാലും കമൻറ്റിൽ അറിയിക്കുക. നോമ്പ് തുറക്കായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ്, പൊരികൾ, അതേപോലെ ജ്യൂസ്, വെള്ളം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നോമ്പ് തുറ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.